Queridos jóvenes, también Dios se fija en ustedes y los llama, y cuando lo hace, está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret, pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La Iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം, എന്തുകൊണ്ട് ഞാൻ ഈശോ മിശിഹായിൽ ജീവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ഈശോയിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കാരണങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഈ സഭയിൽ വിശ്വസിക്കാനായിട്ട്, ഈ സഭയിൽ അംഗങ്ങളായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് കാരണങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് വിശ്വാസം മാറും, നമ്മൾ വളരെ പെട്ടെന്ന് സമൂഹങ്ങൾ മാറുന്നു. നമുക്ക് പ്രധാനം എല്ലാം ഒരു പ്രായോഗികത, അത് സാരമില്ല, എല്ലാം ദൈവമല്ലേ. എന്നോടൊരാൾ പറഞ്ഞു, ഞാനിപ്പോൾ ഈശോ എന്ന് പറയാറില്ല, ഈശ്വർ എന്നേ പറയാറുള്ളൂ എന്ന് പറഞ്ഞു. ഈശ്വർ അതാരാണാവോ? ഈശോ എന്നൊക്കെ പറയുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ. ഈശ്വർ ആകുമ്പോൾ എല്ലാവർക്കും ഈശ്വർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഈശ്വറിന്റെ കൂടെ ഞാനങ്ങ് പോവുക. നിങ്ങൾ ഓർത്തോണം, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. കർത്താവ് സ്വന്തം രക്തം കൊണ്ട് നേടിയെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും. അത് വെറുതെ ആരെങ്കിലും ഒരാളെ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെന്നു 10 പൈസ കൂടുതൽ കിട്ടുന്ന ഒരു ജോലി കിട്ടും, ഈശോയെ തള്ളിപ്പറയാനുള്ളതല്ല. കാരണം മാമോദീസ തുടങ്ങിയുള്ള സർവ്വ കൂദാശകളും ദൈവകൃപയുടെ നീർച്ചാലുകളായി നമ്മളെ തേടി വരുന്നതാണ്. അത് വെറുതെ അങ്ങ് നമുക്ക് കളയാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണെന്നും ഈശോ മിശിഹ നമ്മളെ രക്തം കൊണ്ട് നേടിയതാണെന്നുമുള്ള വലിയൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതാണ് വലിയൊരു സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് നമ്മളെ സഹായിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ ഈശോ മിശിഹായിക്ക് പ്രാമുഖ്യം കൊടുക്കാത്ത നിലപാടുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ടൊന്ന് ആത്മശോധന. തമ്പുരാൻ കർത്താവിലുള്ള രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത നിലപാടുകൾ നമുക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആത്മശോധന ചെയ്യും. ഞാൻ രണ്ടാമതായിട്ട് നിങ്ങളോട് ചോദിക്കുന്നത്, കത്തോലിക്ക സഭയിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് കാരണങ്ങളുണ്ടോ എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം കത്തോലിക്ക സഭയെക്കുറിച്ച് നിങ്ങൾ കേൾക്കാത്ത ചീത്തയൊന്നുമില്ല അല്ലേ? അച്ഛന്മാരൊന്നും ശരിയല്ല, കന്യാസ്ത്രീകൾ ഒന്നും പറയണ്ട, മെത്രാന്മാർ ഇപ്പം ബിഷപ്പാന്നൊക്കെ പറയാൻ തന്നെ എന്നൊക്കെയാണ് ചോദ്യം. അത് ശരി എന്നൊക്കെ ചോദ്യം. എല്ലാം കുഴപ്പമാണ്.
സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക മാഫിയ അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചാനലുകളിലൂടെ എല്ലാം കേട്ടത്. കുമ്പസാരം എന്ന കൂദാശ മുഴുവൻ അശ്ലീലമാണ്. കുമ്പസാരം മുഴുവൻ അശ്ലീലമാണ്. അത് കുമ്പസാരിക്കാൻ പോകരുത്. വൃത്തികേടാണ്. കുമ്പസാരക്കൂട്ടിൽ എല്ലാവരും ചെന്ന് പറയുന്നത് ഇച്ചീച്ചി കാര്യങ്ങൾ മാത്രമാണ്. മനസ്സിലായില്ലേ? അത് അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ കൂട് തുറന്ന് നോക്കി ആരാണ് ഈ ചീച്ചി പറയുന്നതെന്ന് നോക്കി പേരൊക്കെ കുറിച്ചെടുത്ത് പിന്നെ ചൂഷണം. ഇതൊക്കെയാണ് അക്രൈസ്തവരായ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ കൂദാശയെ കുറിച്ച് കിട്ടിയിരിക്കുന്ന ആശയം. ആരോ എന്നും ടി വിക്കകത്ത് ചർച്ചയല്ലായിരുന്നോ? ശങ്കരനും ലക്ഷ്മിയും എല്ലാം കൂടെ കുമ്പസാരത്തെ കുറിച്ച് ചർച്ചയാ. അവർക്ക് വല്ലതും കുമ്പസാരം എന്താണെന്നറിയാം? അപ്പൊ നമ്മള് ഈ ഒരു സാഹചര്യത്തിൽ ഡു യു ഹാവ് എ റീസൺ ടു റിമെയിൻ എ കാത്തലിക്? കത്തോലിക്ക സഭയിൽ നിലനിൽക്കാൻ നിങ്ങൾക്കൊരു റീസൺ ഉണ്ടോ? ഞാനിത് പറയുന്നത് മാറുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് എ റീസൺ. നിങ്ങൾ പറഞ്ഞ ആ ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ ചുവട് പിടിച്ച് ഞാനും പറയും, സത്യവിശ്വാസം നിലനിർത്താൻ ത്യാഗങ്ങൾ സഹിച്ച സഭയാണ് നമ്മുടെ സഭ. ഞാനൊരു ഉദാഹരണം പറയാം. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം കത്തോലിക്ക രാജ്യമാണ്, ശക്തമായ കത്തോലിക്ക രാജ്യം. നമ്മൾ രാജാക്കന്മാരുടെ കിരീടധാരണമൊക്കെ നടത്തുന്ന വെസ്റ്റ്മിൻസ്റ്റർ ആബിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഡയാന രാജകുമാരി കേട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ രാജകുമാരന്മാരൊക്കെയാണ്? ഇപ്പോഴത്തെ രാജകുമാരന്മാർ അവിടുത്തെ വില്യം, ഹാരി അല്ലേ? അവരൊക്കെയാണ്. ചാൾസ് രാജകുമാരൻ, ഇവരുടെയൊക്കെ കിരീടധാരണം നടക്കുന്ന മനോഹരമായ വെസ്റ്റ്മിൻസ്റ്റർ ആബി എന്ന് പറയുന്നത് ഒരു വെസ്റ്റ്മിൻസ്റ്റർ കത്തീഡ്രൽ. അതൊരു ബെനഡിക്റ്റൈൻ, കത്തോലിക്ക ബെനഡിക്റ്റൈൻ സന്യാസികളുടെ അവരുടെ ആശ്രമമായിരുന്നു. മനോഹരമാണത്. വളരെ ശക്തമായ കത്തോലിക്ക പാരമ്പര്യമുള്ള ഒരു നാട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രം എന്നത് ആരംഭിച്ചെന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഒരു വില്ലേജ് മുഴുവൻ യൂണിവേഴ്സിറ്റി. നമ്മൾ ഓക്സ്ഫോർഡിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ചോദിക്കുക എവിടെ യൂണിവേഴ്സിറ്റി എന്ന് പറയാം. അവർ പറയും ഇത് മൊത്തം യൂണിവേഴ്സിറ്റി എന്ന് പറയും. അങ്ങനത്തെ ഒരു ഗ്രാമം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. അതിൻ്റെ അറിയപ്പെടുന്ന ചരിത്രത്തിൽ കത്തോലിക്ക സന്യാസ സമൂഹങ്ങളുണ്ട് അവിടെ. അതിനെ വളർത്താനും ഓരോരോ കോളേജുകൾ സ്ഥാപിക്കാനും ഒക്കെ ആയിട്ട് കത്തോലിക്ക സന്യാസ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ അതിൻ്റെ ചുമതലക്കാരനായിട്ടൊരു കർദിനാൾ ഉണ്ടായിരുന്നു. അങ്ങനെ കത്തോലിക്ക ചൈതന്യത്തിൽ വളർന്ന ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട്. അപ്പോഴാണ് ഹെൻറി എട്ടാമൻ രാജാവ് വരുന്നത്. ഹെൻറി എട്ടാമൻ രാജാവിന് ഒരു ഭാര്യ ഉണ്ട്. അപ്പോൾ അയാൾക്ക് തോന്നി ഒരാളെ കൂടെ കല്യാണം കഴിക്കണം. അപ്പൊ മാർപ്പാപ്പയ്ക്ക് എഴുതി. അന്ന് ചക്രവർത്തിമാർക്ക് ഇങ്ങനത്തെ ഇടപാടുകളൊക്കെ നടത്തണേ മാർപ്പാപ്പയുടെ അനുവാദം വേണം. കാരണം മാർപ്പാപ്പയുടെ നേരിട്ടുള്ള കീഴില്ല. മാർപ്പാപ്പയ്ക്ക് എഴുതി എനിക്ക് ഒരാളെ കൂടെ കല്യാണം കഴിക്കണം. എനിക്ക് എൻ്റെ കത്തോലിക്ക സഭയെക്കുറിച്ച് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണത്. മാർപ്പാപ്പ പറഞ്ഞു, പ്രിയപ്പെട്ട ചക്രവർത്തി, അങ്ങ് ചക്രവർത്തി ആയിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ നിയമം മാറ്റാൻ എനിക്ക് അവകാശമില്ല. അനുവാദം കൊടുത്തില്ല. ഫലം എന്താണ്? ഹെൻറി എട്ടാമൻ കത്തോലിക്ക സഭയിൽ നിന്ന് ഇംഗ്ലണ്ടിനെയും കൊണ്ട് അങ്ങ് പോയി. എന്നിട്ട് പറഞ്ഞു, നാളെ മുതൽ ഞാനാണ് മാർപ്പാപ്പ. ആംഗ്ലിക്കൻ സഭ അങ്ങനെയാണ് ഉണ്ടായത്. ഞാനാണ് മാർപ്പാപ്പ. ഇനി മാർപ്പാപ്പയായിട്ട് ബന്ധമൊന്നുമില്ല. കത്തോലിക്ക സഭയെന്ന് മിണ്ടിയാൽ അവന്റെ തല വെട്ടിയേക്കണം. ഭയങ്കരമായ കൊടിയ പീഡനങ്ങളും ഒക്കെയായി. മാർപ്പാപ്പയ്ക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ണടച്ചായിരുന്നെങ്കിൽ ചക്രവർത്തി അല്ലേ, ഒരാളെ കൂടെ കെട്ടിയെന്നൊക്കെ പറഞ്ഞു ആർക്കെന്നെ ഏതോ എന്നൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു രാജ്യം മുഴുവൻ കത്തോലിക്ക സഭയിൽ നിലനിന്നേനെ. പക്ഷേ കുടുംബത്തെക്കുറിച്ച്, വിവാഹത്തിന്റെ പവിത്രതയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം സൂക്ഷിക്കാൻ, അത് നിലനിർത്താൻ വേണ്ടി മാർപ്പാപ്പ ഒരു കോംപ്രമൈസിനും തയ്യാറായില്ല. അതുപോലെ നിങ്ങൾ കത്തോലിക്ക സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇരുണ്ട യുഗങ്ങളുണ്ട്. മെത്രാന്മാര് കുഴപ്പക്കാര്, മാർപ്പാപ്പമാര് കുഴപ്പക്കാര്, വൈദികർ കുഴപ്പക്കാരെന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ സത്യവിശ്വാസം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പും നടത്താത്ത സഭയാണ് കത്തോലിക്ക സഭ. അതിൻ്റെ പേരിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഭയ്ക്ക്. ഭൗതികമായ നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തലമുറയായിട്ട് മാർപ്പാപ്പമാര് മാറുന്നോറും ഒന്നും സത്യവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ഈ സഭ തയ്യാറായിട്ട്. അതാണ് നമ്മുടെ സഭയുടെ മേന്മ.
ആ സഭയാണ് തകർക്കാനായിട്ട് ഈ കൊച്ചു കേരളത്തിൽ ശ്രമങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഈ സഭ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സഭയിലെ ശുശ്രൂഷ സംവിധാനമാണ്. മാർപ്പാപ്പായും മെത്രാന്മാരും വൈദികരും സന്യസ്തരും കുടുംബനാഥന്മാരും കുടുംബനാഥകളും അങ്ങനെ തുടങ്ങിയുള്ളൊരു ശുശ്രൂഷ സംവിധാനം. അതുകൊണ്ട് നമ്മളെ തകർക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഈ ശുശ്രൂഷ സംവിധാനത്തെ തകർത്താൽ മതി, നമ്മളെല്ലാം പലതായിക്കോളും. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, അവർ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും. അവർ ഇടയനെ അടിക്കും. അത് ചരിത്രത്തിൽ എന്നും മാർപ്പാപ്പമാരെ തകർക്കാനായിട്ട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മെത്രാന്മാർക്കെതിരെ ഇല്ലാത്ത അപവാദങ്ങൾ മുഴുവൻ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. വൈദികർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ വൈദികർക്കും മെത്രാന്മാർക്കും മാർപ്പാപ്പയ്ക്കും ഒക്കെ എതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന സാധാരണ മനുഷ്യർക്ക് അവരുള്ള വിശ്വാസം പോവും. അതോടുകൂടി മനുഷ്യൻ പള്ളി കയറാണ്ടാവും, പിന്നെ സഭ പലതാവും. കാരണം സഭ ഇങ്ങനെ ശക്തമായിട്ട് നിന്നാൽ ഏറ്റവും അസ്വസ്ഥതയുണ്ടാകുന്നത് സാത്താനാണ്. ആത്മാക്കളുടെ രക്ഷയെ നടക്കണമെങ്കിൽ സഭ വേണം. സഭ ശക്തമായിട്ട് നിന്നാൽ ഏറ്റവും അസ്വസ്ഥത സാത്താനാണ്. അതുകൊണ്ട് ഇതിനെ തകർക്കാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഓർക്കണം, ഈ കത്തോലിക്ക സഭ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം എന്താകുമായിരുന്നു? ഇന്ന് കേരളം പല കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ്, അല്ലേ? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം ആരുടേതാ? ഏത് സംസ്ഥാനമാ? കേരളം. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം ആരാണ്? കേരളം. അതുപോലെ ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം കേരളം. പിന്നെ അതുപോലെ സ്ട്രീറ്റ് ചിൽഡ്രൻ, അതായത് ബാലവേല ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം, ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളം. വെള്ളവടിയിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം കേരളം. ആത്മഹത്യ നിരക്കിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം കേരളം. ഭയങ്കര അത്ഭുതമാണ്, ഇതെല്ലാം കൂടെ എങ്ങനെ ചേർന്ന് പോകുന്നു. പക്ഷെ ഈ വിദ്യാഭ്യാസപരമായിട്ട് ഇതുപോലെ ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിലൊക്കെ കേരളം ഒന്നാം സ്ഥാനത്തായതിൻ്റെ ഒരു കാരണം നമ്മുടെ ഇവിടെ 27% ക്രൈസ്തവ സമൂഹമായിരുന്നു. 27% ഇപ്പോഴല്ല കേട്ടോ. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ 27% ഉണ്ടായിരുന്നു കേരളത്തിൽ. പിന്നെ നമ്മളെല്ലാവരും കൂടെ അധ്വാനിച്ച് 2019 ആയപ്പോൾ അത് 18% കുറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികൾ. ഇനി അത് എത്ര ശതമാനമാകുന്നു ഒരു പിടിയില്ല. ഉള്ളതുങ്ങളൊന്നും നാട്ടിലില്ല താനും, എല്ലാം വിദേശത്താണ്. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ടെന്ന് ഇപ്പോൾ ഒന്ന് കണക്കെടുക്കേണ്ട അങ്ങോട്ട്. അപ്പം നമ്മൾ ഇത്രയും വലിയ ശതമാനം ക്രൈസ്തവർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അതുപോലെ നമ്മുടെ വില്ലേജുകളിൽ മുഴുവൻ സർക്കാരിന് ആശുപത്രികൾ തുറക്കാൻ പറ്റാഞ്ഞ സർവ്വ സ്ഥലങ്ങളിലും ഡിസ്പെൻസറികൾ തുറന്ന് മലയാളിയുടെ ആരോഗ്യത്തിന് കാവലത് നമ്മുടെ കന്യാസ്ത്രീകളാകട്ടോ. കന്യാസ്ത്രീകളെ എന്തെല്ലാം പറയുന്നത്? കന്യാസ്ത്രീകളുടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺപിള്ളേരാണെങ്കിൽ പറയുകയും വേണ്ട, എന്തെല്ലാമായിരിക്കും പറയുന്നത്, അല്ലേ? അവരെക്കുറിച്ച് ഹോസ്റ്റലിൽ സിസ്റ്റേഴ്സ് നടന്ന ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺപിള്ളേർക്ക് ആജന്മ ശത്രുക്കളാണ് കന്യാസ്ത്രീകൾ. പക്ഷെ അവരൊക്കെ വളർന്ന് ഒരു ജോലിയൊക്കെ നേടി ജീവിതത്തിൽ എന്തെങ്കിലും ആയി കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ, ആ കന്യാസ്ത്രീ ഇല്ലായിരുന്നെങ്കിൽ ജീവിതം കൈവിട്ടു പോയേനെ എന്ന് ചിലപ്പം പിന്നീട് തിരിച്ചറിവുണ്ടാവും. പക്ഷെ അവരുടെയൊക്കെ ഒരു സാന്നിധ്യം, അവരുടെ ശുശ്രൂഷയില്ല. ഞാൻ ഈ കഴിഞ്ഞ നോയമ്പ് കാലത്ത് മുഴുവൻ ഞങ്ങളുടെ അതിരൂപതയിലെ കാരുണ്യ ഭവനങ്ങളിലൂടെ കുർബാനയില്ലേ നടക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ശാരീരിക വൈകല്യമുള്ള, മാനസിക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട അമ്മമാര്, മാനസിക രോഗമുള്ള സ്ത്രീകൾ. ഇവിടെ 100 മാനസിക രോഗികളായ സ്ത്രീകളെ നമ്മുടെ റോസ്ലിൻ സിസ്റ്റർ കരേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നോക്കുന്നുണ്ട്. 2 സിസ്റ്റേഴ്സും കുറച്ച് അൽമാരും എല്ലാവരും കൂടെ 100 മാനസിക രോഗികളായ സ്ത്രീകൾ. അയ്യോ, അവിടെയൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ അവിടെയൊക്കെ പോകണം കേട്ടോ. എല്ലാ കാരുണ്യ ഭവനങ്ങളിലും ഇടയ്ക്ക് പോകണം. അവിടെ ഒരു ദിവസം പോയി ജോലി ചെയ്യണം. നമ്മുടെ സർവ്വ അഹങ്കാരവും തീരും. നമ്മുടെ അഹങ്കാരം എല്ലാം അവിടെ ചെന്ന് മനുഷ്യന്റെ അവസ്ഥ കാണുമ്പോൾ എല്ലാം തീരും, എല്ലാം ഓക്കെ ആവും, നമ്മൾ നോർമലാവും. അപ്പൊ ഈ കാരുണ്യ ഭവനങ്ങളൊക്കെ നടത്തുന്നത് ഞാൻ ഓർക്കും, ഞാൻ അവിടെ 10 മിനിറ്റ് നിൽക്കുമ്പോൾ അവിടുത്തെ മണം സഹിക്കാൻ പറ്റത്തില്ല.
പക്ഷേ ഈ കന്യാസ്ത്രീകൾ അതിരാവിലെ എഴുന്നേറ്റ് ഇതുങ്ങളെല്ലാം എഴുന്നേൽപ്പിച്ച് കിടക്കപ്പായെന്ന് എഴുന്നേൽപ്പിക്കുക ഏത് പരുവത്തിലാണ് നമുക്കറിയാം. എല്ലാത്തിനെയും കുളിപ്പിച്ച് വൃത്തിയാക്കി എല്ലാവരെയും കുർബാനയിൽ പങ്കെടുപ്പിക്കും. എന്തോ ഒരു അധ്വാനം അവർ ചെയ്യുന്നു. അതുപോലെ സ്ട്രീറ്റ് ചിൽഡ്രൻ, ബാലവേല ചെയ്യുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതിന്റെ കാരണം നമ്മുടെ സഭ നടത്തുന്ന ബാലികാ ഭവനുകളും ബാലഭവനുകളുമാണ്. നമുക്ക് അഭിമാന ബോധം വേണം നമ്മുടെ സഭയെക്കുറിച്ച്. ഇനി നമ്മൾ ഓർക്കണം, നമ്മുടെ സഭയെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകളാണ് പറയുന്നത്. സഭ ഒരു വലിയ സാമ്പത്തിക മാഫിയാണ്. മെത്രാന്മാരെല്ലാം കോടിക്കണക്കിന് രൂപയുടെ മുകളിൽ ഇങ്ങനെ ഉലാത്തുന്നവരാണ്. പോലീസും പട്ടാളവും എല്ലാം മെത്രാന്മാർക്ക് വഴങ്ങും. പക്ഷെ ഞങ്ങളെല്ലാം പിടിച്ച് ജയിലിൽ ഇടുന്നുണ്ട് താനും. ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം പോലീസിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. ഞങ്ങളിങ്ങനെ കോടിക്കണക്കിന് രൂപ എറിഞ്ഞെറിഞ്ഞ് കളിക്കുന്ന ആൾക്കാരാണ്. ഞാനിതൊക്കെ കേട്ട അന്ന് എൻ്റെ മുറി മുഴുവൻ തപ്പിയായിരുന്നു, എവിടെയെങ്കിലും കോടികളുണ്ടോ എന്ന്. അവിടെ ഒന്നും കണ്ടില്ല കേട്ടോ. നമ്മൾ മുഴുവൻ സത്യമാണ്. നമുക്ക് സഭയ്ക്ക് സമ്പത്തുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അത് ഒരു സർക്കാർ നമുക്ക് ചുമ്മാ തന്നൊന്നുമല്ല. നമ്മുടെ ആൾക്കാർ പിടിയേരി പിരിച്ചും ദശാംശം കൊടുത്ത് ഉണ്ടാക്കിയതാ പിരിവ് അല്ലേ. നമ്മൾ പണം ഉണ്ടാക്കുന്ന പിരിവ്. നമ്മുടെ അച്ഛന്മാരൊക്കെ നിങ്ങളുടെ അടുക്കലൂടെ എത്ര പ്രാവശ്യം പിരിവിന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവരോട് പുച്ഛം തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാ കാര്യത്തിന് അവർ പിരിക്കുന്നത്? അവരുടെ വീട്ടിലോട്ട് വല്ലതും കൊണ്ടുപോകാനാണോ? നിങ്ങൾക്ക് തന്നെ സ്കൂളും കോളേജും പള്ളിയും അതും ഇതുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഉണ്ടാക്കിയില്ലെങ്കിൽ എന്നാ അച്ഛനൊന്നുമില്ല. അച്ഛന് കിട്ടാനുള്ള അലവൻസ് കൃത്യം കിട്ടും. പക്ഷേ അവരിങ്ങനെ പുറകെ നടന്ന് ഉണ്ടാക്കിയത് കൊണ്ട് നമ്മുടെ സമൂഹത്തിന്, ഈ പൊതുസമൂഹത്തിൽ ഒരു സ്വാധീനം ഉണ്ടായി. അതുപോലെ നമ്മുടെ സാമ്പത്തിക വിനിമയങ്ങൾ മുഴുവൻ നമ്മുടെ ഇടവകകളിൽ കൃത്യമായിട്ട് അറിയാം. എല്ലായിടത്തും പൊതുയോഗമുണ്ട്, പ്രതിനിധി യോഗമുണ്ട്. അവിടെ പാസ്സാക്കാത്ത കണക്കൊന്നും പള്ളിയിലില്ല. അച്ഛന്മാർക്ക് തോന്നിവാടെ പണം എടുത്ത് ചെലവഴിക്കാനൊന്നും പറ്റില്ല. അവിടെ കൈക്കാരന്മാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്. ഇത് മുഴുവൻ പല ഇടവകൾ ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളതാണ്. വലിയ ഇടവകൾ കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്നതാണ്. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ പണം ഇട്ട് കളിക്കുന്നു എന്നുള്ളൊരു ചിന്ത. നമ്മൾ പണം ഇല്ലാത്ത ഒരു സമൂഹം, അത്യാവശ്യത്തിന് മാത്രം പണമുള്ളൊരു സമൂഹമാണ് നമ്മൾ. എന്തെങ്കിലും ഒരു കെട്ടിടം പണിയണമെങ്കിൽ വിചാരിച്ചിന് ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാശ് മേടിച്ചിരിക്കും. കാരണം ഇല്ലാഞ്ഞിട്ടാ. പള്ളി പണിയുന്ന അച്ഛന്മാരോട് നീ ചോദിക്കണം, എത്ര കാശുണ്ടാച്ചാ കയ്യിൽ? ഒന്നുമില്ല. പണി തീർന്നു കഴിയുമ്പം ചോദിക്കണം, എത്ര ലക്ഷമായി? എന്ത് ലക്ഷാച്ചാ? കോടി. എത്ര കോടിയായെന്ന് ചോദിക്കുക. ഇതെങ്ങനെ സംഭവിച്ചു? അതൊരു അത്ഭുതം. അതൊരു വലിയ അത്ഭുതമാണ്. ഇത് എവിടുന്നോ വരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ സഭയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കേട്ട് വിശ്വസിക്കാനായിട്ട് പാടില്ല. അതുപോലെ കുമ്പസാര രഹസ്യം വെച്ച് അച്ഛന്മാരെല്ലാം ആൾക്കാരെ കുഴപ്പത്തിലാക്കും. ഞാൻ ഈ ലൂർദ് പള്ളിയിൽ ഞാൻ ചെറുപ്പക്കാരോട് സംസാരിച്ചപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവേ, സ്കൂളിൽ ചെല്ലുമ്പോൾ അല്ലെ കോളേജിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നു, ഇത്തരക്കാരുടെ അടുത്ത് ചെന്നാണോ നിങ്ങൾ കുമ്പസാരിക്കുന്നത്? ഞാൻ ചോദിച്ചു, എത്തരക്കാരുടെ അടുത്ത്? ഇത്ര മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരുടെ അടുത്ത് ചെന്നാണോ നിങ്ങൾ കുമ്പസാരിക്കുന്നത്? ഞാൻ ചോദിച്ചു, മോളെ നീ എത്ര നാളായി കുമ്പസാരിക്കുന്നത്? ഞാൻ 5-8 വർഷമായി. എന്നിട്ട് ഏത് മ്ലേച്ഛൻ്റെ അടുത്താണ് നീ പോയി കുമ്പസാരിച്ച്? അയ്യോ പിതാവേ, ഞങ്ങളുടെ അച്ഛന്മാരെല്ലാം നല്ല അച്ഛന്മാരാണ്. പിന്നെ ഏതച്ഛനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അല്ല, അതെങ്ങനെ അവരിങ്ങനെ ചോദിക്കുന്നു? അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ കുമ്പസാരിക്കരുത്. കുമ്പസാരിക്കുന്നതിനെ കുറിച്ച് നാണക്കേട് തോന്നണം നിങ്ങൾക്ക്. അതുപോലെ നമ്മുടെ തലയിലോട്ട് കുമ്പസാരത്തിന് വിരുദ്ധമായ ചിന്തകൾ ഇങ്ങനെ പറഞ്ഞു വരിക. എനിക്കൊരു വലിയ സന്തോഷം, കഴിഞ്ഞ ജൂലൈ മാസം ഈ കുമ്പസാരത്തെക്കുറിച്ചുള്ള സർവ്വ വൃത്തികേടുകളും ചാനലുകൾ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചങ്ങനാശ്ശേരി SB കോളേജിൽ ധ്യാനം നടത്തി. അപ്പോൾ ധ്യാനിപ്പിക്കാൻ വന്ന ഒരച്ഛന് അസുഖമൊക്കെ ആയതുകൊണ്ട് ഒരു ടോക്ക് കൊടുക്കാൻ ഞാൻ പോയി. പിന്നെ അന്ന് ഞങ്ങളുടെ ഡാനിയൽ അച്ഛൻ ഞങ്ങളുടെ അച്ഛന്മാരെ അവിടെ ധ്യാനിപ്പിക്കുന്നു. ഞാൻ അച്ഛൻ്റെ കയ്യെ കാലെ പിടിച്ച് ഒരു ടോക്ക് അച്ഛനെ കൊണ്ട് കൊടുപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് ഉച്ച കഴിഞ്ഞ് ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ 24 അച്ഛന്മാർ 6 മണിക്കൂർ ഇരുന്നിട്ടും നമ്മുടെ ചെറുപ്പക്കാരുടെ കുമ്പസാരം തീർന്നില്ല. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അനുഭവം. അവനിവനൊന്നും കുമ്പസാരത്തെ കുറിച്ച് പറഞ്ഞാൽ കുമ്പസാരത്തിലൂടെ ഒഴുകുന്ന കൃപകൾക്ക് കുറവുണ്ടാവുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞത്, കന്യാസ്ത്രീകളെല്ലാം പീഡിതരാണ്. ഇവിടെയുണ്ട് 5-6 പീഡിതര്, അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ കണ്ടായിരുന്നു. കന്യാസ്ത്രീകളെല്ലാം പീഡിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. അവരുടെ പണം, അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശും കൊണ്ട് സഭ പോവുകയാണ്.
സഭ പോകാന്ന് പറയുമ്പോൾ അക്രൈസ്തവർക്ക് മനസ്സിലായിരിക്കുന്നത് ഞങ്ങൾ പാവം മെത്രാന്മാർക്കാണല്ലോ എല്ലാ പഴിയും. ഞങ്ങൾ മെത്രാന്മാർ എല്ലാ മാസവും 30-ാം തീയതി മഠങ്ങളിലും ഒരു ചാക്കും കൊണ്ട് ചെല്ലും. എന്നിട്ട് പറയും, കന്യാസ്ത്രീ നിന്റെ ശമ്പളം ഇങ്ങി തരൂ. ശമ്പളം പിടിച്ചെടുത്ത് ചാക്കിക്കിട്ട് ഞങ്ങൾ പോകുമ്പോൾ പുറകെ മദർ വരും, പിതാവേ ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ 1000 രൂപ. ഉടനെ പിതാവ് അതങ്ങോട്ട് ചാക്ക് തുറന്ന് ആയിരങ്ങളുടെ കെട്ടുകൾക്കിടയിൽ നിന്ന് ഒരു 500 രൂപയുടെ നോട്ടെടുത്ത് അങ്ങോട്ട് പോകും. ഇതൊക്കെയാണ് നാട്ടുകാർക്ക് കിട്ടിയിരിക്കുന്ന ഐഡിയ. ഇവരുടെ കന്യാസ്ത്രീകൾ ജോലി ചെയ്യുന്നു, മെത്രാന്മാർ കാശും കൊണ്ടുപോകുന്നു, അങ്ങോട്ട് എന്നാ മതി കിട്ടും. നമ്മുടെ സിസ്റ്റേഴ്സിന്റെ കമ്മ്യൂണിറ്റികളെ പോലെ ഇത്രയും ഇൻഡിപെൻഡൻസ് ഉള്ള, സ്വാതന്ത്ര്യമുള്ള സമൂഹങ്ങൾ, അവർക്ക് പ്രൊവിൻഷ്യല്, വൈസ് പ്രൊവിൻഷ്യല്, പിന്നെന്താണ് കൗൺസിലർമാര്, സാമ്പത്തിക ഓഫീസർ തുടങ്ങി സർവ്വ സംവിധാനങ്ങളുമുള്ള സമൂഹങ്ങൾ വേറെ ഇല്ല. അതുപോലെ അവരെ എല്ലാം പീഡിപ്പിക്കുകയാണ്, അവരെല്ലാം കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ഓർക്കണം, ഞാനാണെങ്കിൽ ഈ സിസ്റ്റേഴ്സിന്റെ സ്കൂളിലാണ് പഠിച്ചത്, LP സ്കൂളിൽ. എൻ്റെ കർത്താവേ, അവരെന്നെ പീഡിപ്പിച്ചിട്ടേ ഉള്ളൂ, ആരോടും പറയണ്ട. എന്നോ അടിച്ചോണ്ട് മരിച്ചുപോയ ഞങ്ങളുടെ ഹെഡ് മിസ്റ്റർ സമയം ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, എന്നോ തല്ലായിരുന്നു. ആ തല്ലൊക്കെ കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മളാ ഇവിടെ ഒന്നും എത്തത്തില്ലായിരുന്നു കേട്ടോ, ആ വഴി പോയല്ലേ. നല്ല കരുത്തരായ സ്ത്രീകളാണ് കന്യാസ്ത്രീകൾ. പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചാണ് അവര് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത്. വേണ്ടെന്ന് വെക്കാൻ സാധിക്കണമെങ്കിൽ കരുത്ത് വേണം, ഉള്ളിൽ കരുത്ത് വേണം, നോ പറയാൻ. അവരേറ്റവും കരുത്തരായ സ്ത്രീകളാണ്. അവരുടെ കൂട്ടത്തിൽ അധ്യാപകരുണ്ട്, അവരുടെ സഭ അവരെ പഠിപ്പിക്കാവുന്നവരെ എല്ലാം പരമാവധി പഠിപ്പിക്കും. ഡോക്ടറേറ്റ് എടുത്തവരുണ്ട്. നിങ്ങൾ കേരളത്തിലെ 10 മുന്തിയ A ഗ്രേഡ് കോളേജുകൾ എടുത്തു നോക്കി 5 പ്രിൻസിപ്പലും കന്യാസ്ത്രീകളായിരിക്കും. കേരളത്തിലെ ഏറ്റവും നല്ല 100 സ്കൂളുകൾ എടുത്തു നോക്കിയാൽ 50 തലപ്പത്തും കന്യാസ്ത്രീകളാണ്. അവർ നടന്ന സ്കൂളുകൾ നല്ല സ്കൂളുകളാണ്. അവരുടെ കൂട്ടത്തിൽ അഭിഭാഷകരുണ്ട്, സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ അഭിഭാഷകരുണ്ട്, കന്യാസ്ത്രീകൾ ഹൈക്കോടതിയിലുണ്ട്. അതുപോലെ സാമൂഹ്യ പ്രവർത്തകർ ഇഷ്ടം പോലെ. നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അത്ഭുതങ്ങൾ വിളയിച്ച സാമൂഹ്യ പ്രവർത്തകരുണ്ട് നമ്മുടെ കന്യാസ്ത്രീകൾ. അവരെയാണ് പീഡിതരാണ്, അവർ മർദ്ദിതരാണ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് കുറേയൊക്കെ അവരുടെ ജീവിതം മനസ്സിലാവും, കാരണം നിങ്ങളൊക്കെ കോൺവെന്റുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കേൾക്കുന്ന അക്രൈസ്തവരുടെ തലയ്ക്കകത്ത് സഭയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ സഭയിൽ അച്ചന്മാർ അനീതി ചെയ്താൽ മെത്രാന്മാരത് പരമാവധി മൂടി വെക്കും. നമ്മൾ ഓർക്കണം, നമ്മുടെ വൈദികരെ കുറിച്ചോ സമർപ്പിതരെ കുറിച്ചോ മെത്രാന്മാരുടെ അധികാരത്തിന് കീഴിലുള്ളവരെ കുറിച്ചോ പ്രത്യേകിച്ച് ധാർമ്മികമായ മേഖലകളിൽ പരാതികൾ കിട്ടിയാൽ ഏറ്റവും ആദ്യം നടപടിയെടുക്കും. പക്ഷെ പരാതികൾ കിട്ടാതെ നടപടിയെടുക്കാൻ പറ്റില്ല. നമുക്കതിനെല്ലാം സംവിധാനങ്ങളുണ്ട്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഓർക്കണം, കഴിഞ്ഞ വർഷം ചാനലുകൾ ചർച്ച ചെയ്തത് 100 അച്ഛന്മാരുടെ കുഴപ്പമല്ല. എത്ര അച്ഛന്മാരുടെ കുഴപ്പമാണ്? ഒരച്ഛൻ്റെ കുഴപ്പം. ഒരച്ഛൻ്റെ കുഴപ്പവും പറഞ്ഞ് എത്ര ദിവസമാണ് അവർ ചർച്ച ചെയ്തത്. ഇതിന് മാത്രം. ഇതാണോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം? ഒരച്ഛനെ ആണ്ട് കുഴപ്പം കാണിച്ചു, അതിന് നിങ്ങൾ പിടിച്ച് ശിക്ഷിച്ചോണം, അത്ര. പക്ഷേ നമുക്ക് നമ്മുടെ സമൂഹത്തെ പരിഹസിക്കാൻ, നാണം കെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ വൈ ഷുഡ് ഐ ബി എ കാത്തലിക് എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾ ഓരോരുത്തരും ഉത്തരം കണ്ടെത്താം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒത്തിരി സന്തോഷമാണ്. കർത്താവിൽ ശക്തിപ്പെടാനായിട്ട് ഇവിടെ കടന്നു വന്നു. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. പക്ഷെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവാണ്. അത് മറക്കരുത്. അഭിഷേകം കിട്ടിയവരാണ് നമ്മൾ. അതുകൊണ്ട് ആ വെളിച്ചത്തോടു കൂടി ജീവിക്കേണ്ടവരാണ്. സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി സാക്ഷ്യം വഹിക്കേണ്ടവനാണ്. കർത്താവ് ഈശോ മിശിഹായ്ക്ക് വേണ്ടി ജീവിക്കാനും കർത്താവ് ഈശോ മിശിഹ ജീവിക്കുന്നവരായിട്ട് മാറാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും എല്ലാം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, അവിടുത്തെ ഞങ്ങളെല്ലാവരെയും മാമോദീസായിലൂടെ, അവിടുത്തെ അഭിഷേകത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാകുവാനായിട്ട് വിളിച്ചു. അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകി. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് ഒത്തിരിയേറെ കൃപാവരങ്ങൾ അവിടുന്ന് നൽകിക്കൊണ്ടേയിരിക്കും. തമ്പുരാനെ,
ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും നിന്നെ തള്ളിപ്പറയുവാൻ, നിന്നെ ഓർത്ത് ലജ്ജിക്കുവാൻ ഞങ്ങൾക്കൊരിക്കലും ഇടയാകാതിരിക്കട്ടെ. ശ്രീലങ്കയിൽ നിന്റെ നാമത്തെ പ്രതി ജീവൻ ത്യജിച്ച 250-ലേറെ സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. വലിയ സമൃദ്ധിയിലായിരിക്കുമ്പോഴും സ്വാതന്ത്ര്യത്തിലായിരിക്കുമ്പോഴും കർത്താവെ, നിനക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. ഈ ലോക ജീവിതത്തിൻ്റെ സുരക്ഷിതത്വങ്ങളല്ല, നിത്യജീവിതമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യമെന്ന് ചിന്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാവും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവം നമ്മളെ ഒത്തിരി അധികമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. Do you guys believe? Do you guys really believe that? Okay. So, നമ്മൾ അടുത്ത പാട്ടിലൂടെ പാടാൻ പോണത് There is none like him. അവനെ പോലെ നിങ്ങളുടെ കൂടെ നടക്കാൻ, നിങ്ങളെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോണ ഒരു യാഥാർത്ഥ്യമായിരിക്കും. Okay, 1, 2, 3. Everybody feel it! Who is like the Lord? There is no one who is like the Lord. He is strong and mighty. Who is like the Lord? He is worthy. Stand up and give the praise. Who is like the Lord? Who is like the Lord? There is no one who is like the Lord. He is strong and mighty. Who is like the Lord? Who is like the Lord? He is worthy. Stand up and give him the praise. Praise the Lord. Praise the Lord. Our God is worthy of praise. From the rising of the sun till it's going down, the name of the Lord is to be praised. Who is like the Lord? Who is like the Lord? There is no one who is like the Lord. He is strong and mighty. Sing it out. Who is like the Lord? He is worthy. Stand up and give him the praise. Praise the Lord. Praise the Lord. Praise the Lord. Our God is worthy of glory. From the rising of the sun to its going down, the name of the Lord is to be praised. Who is like the Lord? Who is like the Lord? There is no one who is like the Lord. He is strong and mighty. Who is like the Lord? Who is like the Lord? Stand up and give him the praise. Stand up and praise him and give him the glory. Stand up and praise him and give him the glory.